ഈ സമയം നാം ദൈവവചന ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ പരാജയങ്ങളും പ്രതികൂലങ്ങളും സംഭവിക്കുക സർവ്വസാധാരണമാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു സമയമോ ഒന്നിലധികം സമയങ്ങളിലോ മനുഷ്യർ നിരാശരായി പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് ലോകത്തിന്റെ മുൻപിൽ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിരിക്കാൻ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്നുമല്ലെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസ പ്രതിസന്ധി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. എന്നാൽ ഒരിക്കൽ അങ്ങനെ കടന്നുപോയാൽ എന്നും അങ്ങനെ കടന്നുപോയി വരത്തില്ല. പിന്നീട് അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുകയാണ്. ആയതിനാൽ വാത്സല്യമുള്ള പ്രിയ ദൈവമക്കളെ, പീറ്റർ ആൻഡ് ഹിസ് ലൈഫ് നോ നത്തിങ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പത്രോസ് തന്റെ ജീവിതത്തില് ഒന്നും നേടാത്ത അനുഭവം ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട്. ഇന്ന് പൽക്കാലം ആ രാത്രിയിലേക്ക് വേഗം വരുന്ന കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ വാത്സല്യമുള്ള മക്കളെയും ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നോ നത്തിങ് നൈറ്റ്, ഒന്നും സംഭവിക്കാത്ത, ഒന്നും സമ്പാദിക്കാത്ത, ഒന്നും കരസ്ഥമാകാത്ത, ഒന്നും നേടിയെടുക്കാത്ത പത്രോസിന്റെ ജീവിതത്തിലെ ഒരു രാത്രി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാത്ത ഒരു രാത്രി മാത്രമല്ല, എല്ലാം നേടുവാനായിട്ടുള്ള ഒരു ആഹ്വാന കുതിപ്പ് ഉണ്ടായ രാത്രിയായിട്ട് കൂടി നമ്മൾ അതിനെ കാണണം മെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നോ നത്തിങ് നൈറ്റ് ഓഫ് പീറ്റർ. പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു രാത്രി, ഒന്നും നേടാത്ത ഒരു രാത്രി, ഒന്നും കൈവശപ്പെടുത്തുവാൻ കഴിയാത്ത രാത്രി, ഒന്നും സമ്പാദിക്കാൻ പറ്റാത്ത ഒരു രാത്രിയെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അങ്ങനെ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്ന് അറിഞ്ഞും മനസ്സിലാക്കിയും വേണം നമ്മുടെ ആത്മീയ ക്രിസ്തീയ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകേണ്ടതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നാലെ കടന്നു വരികയാണ് ബ്ലെസ്സിംഗ് നൈറ്റ്, അനുഗ്രഹിക്കപ്പെട്ട രാത്രി. നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് 5-ാം അധ്യായം 5-ാം വാക്യം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നും കിട്ടാത്ത രാത്രിയിൽ പത്രോസ് അപ്പോസ്തലന് കിട്ടുന്നത് ഒരു വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ഒന്നും നേടാത്ത, ഒന്നും സമ്പാദിക്കാത്ത, ഒന്നും വാങ്ങാത്ത, ഒരു കൈമുതലുമില്ല രാത്രിയിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ആ സമയം ഒരാൾ തന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ആഴത്തിലേക്ക് വല ഇറക്കുവിൻ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒന്നും നേടാത്ത രാത്രിയിൽ ഒരു വാക്ക് നമുക്ക് അത്താണിയായി തീരട്ടെ. ഒന്നും നേടാത്ത രാത്രിയിൽ ഒരു വാക്ക് നമുക്ക് സ്വാതന്ത്ര്യമേകുമാറാകട്ടെ. ഒന്നും നേടാത്ത രാത്രിയിൽ ഒരു വാക്ക് നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒന്നും നേടാത്ത രാത്രിയിൽ
ഒരു വാക്ക് നമ്മളെ കോരിയെടുക്കുമാറാകട്ടെ. ഒന്നും നേടാത്ത രാത്രിയിൽ ഒരു വാക്ക് നമ്മളെ കരം പിടിച്ച് ബലപ്പെടുത്തട്ടെ. ഒന്നും നേടാത്ത രാത്രിയിൽ ഒരു കരം നമ്മളെ ആശ്വാസത്തിന്റെ നദീ തീരത്തൂടെ നടത്തുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്നും കിട്ടാത്ത, ഒന്നും നേടാത്ത, ഒന്നും നേടിയെടുക്കാത്ത, ഒന്നും സമ്പാദിക്കാത്ത ഒരു രാത്രിയിൽ തന്റെ മുന്നിൽ വന്നത് ഒരു വാക്കാണ്. ആ വാക്ക് കേട്ടിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്കെങ്കിലും നമ്മൾ കേട്ടാൽ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് നമ്മൾ ചെവിക്കൊണ്ടാൽ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് നമ്മൾ ഉൾക്കൊണ്ടാൽ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് നമ്മൾ ആദരിച്ചാൽ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് നമ്മൾ മാനിച്ചാൽ, നമ്മുടെ കർത്താവിന്റെ ഒരു വാക്കിന് മുന്നിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിയാൽ, ആ വാക്ക് ഈ സമയം നമ്മളെ കോരിയെടുക്കുന്നതാണ്. ആ വാക്ക് ഈ സമയം നമ്മളെ ഉദ്ധരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഏത് സമയത്തും പറയാറുണ്ട്, മറ്റുള്ളവരോട് പ്രയാസപ്പെടുമ്പോൾ നീ വറി ആയിരിക്കണ്ട, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ കാര്യത്തെ കുറിച്ച് നീ നിരാശനായിരിക്കണ്ട എന്ന് സാധാരണ പറയും. അതിനുശേഷം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വറി എന്ന വാക്കിന് ശേഷം അപ്സെറ്റ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആകുല ചിന്തയും ആകുല ചിന്തയാൽ ഹൃദയം കലങ്ങി മറിയും. അതിനാണ് ഈ വറി, അപ്സെറ്റ് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ആകുലത ചിന്തയ്ക്ക് വേണ്ടിയും ഒന്ന് ഹൃദയം കലങ്ങി മറിയുന്നതിന് വേണ്ടിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹൃദയം ആകുല ചിന്തകളാൽ നിറഞ്ഞ് മനസ്സും ഹൃദയവും കലങ്ങി മറിയുമ്പോൾ ആ സമയത്ത് നമ്മൾ പറയാണ്, ഡോണ്ട് വറി. നീ എന്ത് ചെയ്യേണ്ട? നിരാശപ്പെടേണ്ട. നിന്റെ ഹൃദയം കലങ്ങി മറിയേണ്ട. നീ എന്ത് ചെയ്യേണ്ട? നീ നിരാശനായി പോകേണ്ട എന്ന് നമ്മൾ പറഞ്ഞ് ആ മനുഷ്യനെ സഹായിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നും കിട്ടാത്ത, ഒന്നും നേടാത്ത, ഒന്നും കരസ്ഥമാകാത്ത, ഒന്നും കൈവശമില്ലാത്ത നിരാശയുടെ പരിപൂർണമായ ആഴത്തിൽ മുങ്ങിയ രാത്രി പത്രോസ് അപ്പോസ്തലന് അവിടെ നിന്ന് കരകയറുവാൻ കൂടുതൽ ഒന്നും വേണ്ട, ഒരു വാക്ക് മതി. ആമേൻ. അതുകൊണ്ടല്ലേ നമ്മൾ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ശതാധിപന്റെ ബാല്യക്കാരനായ വിലയേറിയ ദാസൻ മരണാസന്നനായി രോഗക്കിടക്കയിലാണ്. അവസാനം ഈ വാക്ക് കേട്ട് കർത്താവായ യേശു കഫർന്നഹൂമിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന ദാസന്റെ യജമാൻ എന്ന റോമൻ പട്ടാള മേധാവി വഴിയിൽ കടന്നു വന്ന് കർത്താവായ യേശുവിനോട് പറയാണ്, എന്റെ വീട്ടിലേക്ക് നീ വരണ്ട, അതിനെനിക്ക് യോഗ്യതയില്ല. ഞാൻ ഒരു യോഗ്യതയും നിന്നെ സ്വീകരിക്കുവാൻ എന്റെ വീടിന് ഇന്നുമില്ല. പക്ഷേ ഞാൻ നിന്നെ കണ്ടുമുട്ടിയ ഈ വഴി മധ്യ വെച്ച് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സുഖം പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു വാക്കുമതി നമ്മുടെ ജീവിതം മാറുവാൻ, ഒരു വാക്കുമതി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ, ഒരു വാക്കുമതി നമ്മുടെ താഴ്ച മാറുവാൻ, ഒരു വാക്കുമതി നമ്മൾ ഉദ്ധരിക്കപ്പെടുവാൻ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, we are not worry and upset. നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് നമ്മുടെ ഹൃദയം കലങ്ങി മറിയരുത്. ആമേൻ. അതിന്റെ ആവശ്യമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയാണ്. അങ്ങനെയെങ്കിൽ കലങ്ങി മറിഞ്ഞ് നിരാശപ്പെട്ട രാത്രിയിൽ ഒരു വാക്കിന്റെ മുന്നിൽ പത്രോസിന്റെ ജീവിതം ഒരു ബ്ലെസ്സിംഗ് നൈറ്റായി മാറി, അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറി. രണ്ടാമത് ഒബേയിങ് നൈറ്റായി മാറി, അത് അനുസരണത്തിന്റെ രാത്രിയായി മാറി. മൂന്നാമത് അത് വണ്ടർഫുൾ നൈറ്റായി മാറി, അത് അത്ഭുതത്തിന്റെ രാത്രിയായി മാറി. നാലാമത് അത് പബ്ലിസിറ്റി നൈറ്റ് ആയി മാറി. എല്ലാവരും അറിയുന്ന രീതിയിൽ, ആ ദേശക്കാർ അറിയുന്ന രീതിയിൽ, സകലനും അറിയുന്ന രീതിയിൽ ആ വാക്ക് മാറിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആ ഒരു വാക്കിന്റെ മുൻപിൽ സിൻ ഓപ്പണിംഗ്, തന്റെ പാപം തുറന്നു വന്നു. ആ രാത്രി പത്രോസ് കർത്താവിന്റെ മുന്നിൽ പറയുകയാണ്, ഞാൻ പാപിയായ
മനുഷ്യരാകൊണ്ട് നീ എന്നെ വിട്ടുപോകണമേ. നിന്റെ ഒരു വാക്കിന് മുൻപിൽ എനിക്ക് മഹാ അത്ഭുതം അനുഭവിക്കാൻ ഞാൻ ഒരു യോഗ്യനുമല്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ലൂക്കോസ് 5-ാം അധ്യായം ചിന്തിക്കുമ്പോൾ നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ടു. ആമേൻ. ദാറ്റ് ഈസ് ബ്ലെസ്സഡ് നൈറ്റ്. അത് അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായിരുന്നു. ആമേൻ. ആദ്യം നമ്മൾ കണ്ടു, ഒന്നുമില്ലാത്ത പത്രോസിന്റെ ജീവിതത്തിലെ രാത്രി. നോ നൈറ്റ് ഓഫ് പീറ്റർ. പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു രാത്രിയായിരുന്നു. എന്നാൽ ആ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറുകയാണ്. ഒരു വാക്കിന് മുൻപിൽ, കർത്താവിന്റെ ഒരു വാക്കിന് മുന്നിൽ ഒന്നുമില്ലാത്ത പത്രോസ് എല്ലാം ഉള്ളവനായി മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ട് വല കീറുവാൻ തുടങ്ങി. കണ്ടോ? ഒന്നുമില്ല, പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നിരാശയല്ലാതെ, പ്രയാസമല്ലാതെ, വിഷമമല്ലാതെ, മനസ്സ് കീറി മുറിഞ്ഞ അനുഭവമല്ലാതെ, ഹൃദയം കത്തി അമരുന്ന അനുഭവമല്ലാതെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ ഒരു വാക്കനുസരിച്ച് ആ കർത്താവ് പറഞ്ഞതുപോലെ അന്ന് വരെ അവൻ അവിടെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വല എന്ത് ചെയ്തു? യേശുവിന്റെ വാക്കിന് മുൻപിൽ ആഴത്തിലേക്ക് ചുരുട്ടി എറിയുകയാണ്. ആമേൻ. അങ്ങനെ ചുരുട്ടി എറിഞ്ഞപ്പോൾ അന്ന് വരെ പത്രോസ് കണ്ടിട്ടില്ലാത്ത ബെഡ ഫിഷസ്, വലിയ മീനുകൾ തന്റെ വലയിൽ അകപ്പെട്ട് വല കീറുവാനുള്ള അവസ്ഥയിലായി. ആമേൻ. പത്രോസ് തന്റെ ജീവിതം ആകമാനം മാറ്റിമറിച്ച ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുമില്ലാത്തവനായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഉള്ളവനായി വെളിപ്പെടുകയാണ്. വല മീൻകൂട്ടം അകപ്പെട്ട് വല കീറുവാൻ തുടങ്ങി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം മാരിയെ അയക്കുന്ന സ്വർഗീയ മന്നായെ ചൊരിയുന്ന ഒരു വാക്ക് വന്നാൽ നീ ദേശത്തെ മുഴുവനും വിളിച്ചു കൂട്ടുവാൻ വേണം. അവരുടെ ദൃഷ്ടികൾക്ക് മുൻപിൽ പോലും അവന്റെ അനുഗ്രഹത്തിന്റെ വ്യാപ്തി മഹാവലായിരിക്കും. ആമേൻ. പ്രിയ ദൈവമക്കളെ, സഹായിക്കുവാൻ അവരെ മാറി വിളിച്ചു. അവർ വന്ന് 2 പടകുകളും മുങ്ങുമാറാവോളം നിറച്ചു. ദൈവമക്കളെ, പത്രോസിന് ഒറ്റ പടക്, മറ്റ് കൂട്ടുകാരപ്പുറത്ത് വേറൊരു പടകിൽ നിൽക്കുകയാണ്. എന്റെ യേശുവിന്റെ വാക്കിന് മുൻപിൽ പത്രോസിന്റെ വലയിൽ നിറഞ്ഞ മീൻ തന്റെ പടക് മാത്രം നിറയ്ക്കുവാനല്ല, മറ്റുള്ളവരെയും നിറയ്ക്കുവാനാണ്. കർത്താവായ യേശു 5 അപ്പവും 2 മീനും പോഷിപ്പിച്ചു ജനങ്ങളെ പറഞ്ഞയച്ചു. ശേഷിച്ച എത്ര കൊട്ടയുമായിട്ട് അവർ പോയി? 5 അപ്പം 2 മീൻ. ശേഷിച്ചു 12 കൊട്ടയുമായിട്ട് അവർ പോവുകയാണ്. 12 അപ്പോസ്തലന്മാരും തിന്ന് വയർ നിറഞ്ഞിട്ട് അവർ പോകുമ്പോൾ തലയിൽ ഓരോ കൊട്ട നിറച്ച് അപ്പവുമായിട്ട് പോവുകയാണ്. വഴിയിലൂടെ കണ്ടുമുട്ടുന്നവർക്ക് മുഴുവനും നിങ്ങൾ കൊടുക്കുക. ആമേൻ. നമ്മളെ മാത്രമല്ല, നമുക്ക് ശേഷമുള്ള തലമുറയെയും ഈ ലോകത്തെ മുഴുവനെയും അനുഗ്രഹിക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഇന്ന് കാലം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്താട്ടെ. എന്റെ ദൈവം എന്നെ മാത്രമല്ല, എന്റെ മക്കളെയും എന്റെ കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും വരുവാനുള്ള 10 തലമുറകൾ തിന്ന് മിച്ചം വന്ന് അവർ ചുമന്നുകൊണ്ട് ഈ ലോകത്തിൽ മുഴുവൻ കൊടുക്കുവാൻ തക്കവണ്ണം എല്ലാറ്റിനും മതിയായ എന്റെ ദൈവമാണ് ഇന്ന് കാലം എന്നോട് വാക്ക് കൽപ്പിക്കുന്നത്. ആമേൻ. ഒന്നുമില്ലാത്ത നിന്റെ ജീവിതം ഇതാ നിറയപ്പെടട്ടെ. ശൂന്യമായ നിന്റെ ജീവിതം നിറയപ്പെടട്ടെ. ഒന്നുമില്ലാത്ത നിന്റെ ജീവിതത്തിലെ അനുഭവം മാറട്ടെ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവ
ദൈവമക്കളെ, അത് ബ്ലെസ്സിംഗ് നൈറ്റായി ദൈവത്താൽ മാറി. അത് അനുഗ്രഹത്തിന്റെ രാത്രി മാത്രമല്ല, അനുസരണത്തിന്റെ രാത്രി, അത്ഭുതത്തിന്റെ രാത്രി, ഒടുവിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാകുന്ന രാത്രി. അത് മാത്രമാണോ, പത്രോസ് അപ്പോസ്തലന്റെ പാപത്തെ കുറിച്ച് കൂടി അവിടെ ബോധം വന്നു. 8-ാം വാക്യം, ശീമോൻ പത്രോസ് അത് കേട്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. നിന്റെ ഈ മഹാ അത്ഭുത അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ എന്റെ ജീവിതത്തിൽ യോഗ്യതയില്ല, ഞാൻ പോരാത്തവൻ. ആമേൻ, ആമേൻ. ആ സദാധിപന്റെ യജമാനൻ പറഞ്ഞ പോലെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ആമേൻ. ഇവിടെ പത്രോസ് അതിനോട് തടമപ്പെട്ട് പറയാണ്, നീ എന്റെ ജീവിതത്തിൽ ഇത്രയുമെല്ലാം ചെയ്തു തരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി ദൈവസന്നിധിയിൽ ധന്യമായി സമർത്ഥമായി വിജയകരമായി ആനന്ദകരമായി തീരട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 അതിന്റെ 41-42 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കർത്താവായ യേശു മാർത്തയും മറിയയും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒരു കാര്യം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യു ആർ അപ്സെറ്റ് മെനി തിങ്സ്. പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിമറിയാണ്. യു നീഡ് ഓൺലി വൺ തിങ്. ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് മതി. മേരി ഹാസ് ചൂസൺ. അവർ തിരഞ്ഞെടുത്തു വാട്ട് ഈസ് ബെറ്റർ. അത് ഏറ്റവും നല്ലതായിരുന്നു. വിച്ച് വിൽ ബി നോട്ട് take from her. അത് ആർക്കും അവളിൽ നിന്ന് എടുക്കുവാൻ കഴിയത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു മറിയോട് പറയാണ്, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഒരു മനുഷ്യനും ഒരു ഭരണാധിപനും ഒരു ശക്തിക്കും ഈ ലോകത്തിൽ ആർക്കും ആ നല്ല അംശം മറിയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ കഴിയത്തില്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറയിൽ അവൾ ചെന്നത് ശിഷ്യന്മാർക്ക് മുന്നിലാണ്. ആമേൻ. അവൾ അവിടെ ഇങ്ങനെ തപ്പിത്തെറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മാലാഖമാർ ഒരാൾ തലയ്ക്കലും ഒരാൾ കാൽക്കലുമായി നിന്നിട്ട്, നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ സംഭവത്തിൽ കർത്താവായ യേശു മറിയയുടെ അടുക്കൽ വന്ന് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളുമായി സംസാരിച്ചു. അവൾ യജമാനൻ, മാസ്റ്റർ, ഗുരു എന്നർത്ഥമുള്ള എബ്രായ ഭാഷയിലെ റബൂനി എന്ന് വിളിച്ചു. കർത്താവായ യേശു അവളെ വിളിക്കുകയാണ്, മറിയേ. ഈ ഒരു വാക്കിന് മുൻപിൽ മറിയയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഈ ഒരു വാക്കിന് മുൻപിൽ മറിയയുടെ ജീവിതം ആനന്ദത്താൽ മറന്ന അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് അധികം ഒന്നും വേണ്ട. കർത്താവിന്റെ ഒരു വാക്ക് മതി. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തെ ഉയർത്തും. എന്നാൽ അത് ഈ ലോകത്തിൽ ആർക്കും ഒരിക്കലും ഒരു കാരണവശാലും എടുത്തുകൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ആമേൻ. പ്രിയ ദൈവമക്കൾ, കർത്താവ് പറയുന്ന വാക്ക് എത്ര ഭയങ്കരമാണ്. വിച്ച് വിൽ നോട്ട് ബി ടേക്കൺ ഫ്രം ഹെർ. അവളിൽ നിന്ന് ആർക്കും അത് എടുത്തുകൊണ്ടുപോകാൻ കഴിയത്തില്ല. മറിയ തെരഞ്ഞെടുത്തത് നല്ല അംശമില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നുമില്ലാത്ത പത്രോസിന്റെ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി, അനുസരണത്തിന്റെ രാത്രിയായി, വിജയത്തിന്റെ രാത്രിയായി, സന്തോഷത്തിന്റെ രാത്രിയായി, സമാധാനത്തിന്റെ രാത്രിയായി, ശാന്തിയുടെ രാത്രിയായി, നിറയെ നിക്ഷേപവുമായി കർത്തൃസന്നിധിയിൽ വിട്ടുപോകുവാൻ തന്നെ അനുവദിക്കാത്ത അവർണ്ണനീയമായ അനുഗ്രഹത്തിന്റെ കൂമ്പാരമായി തന്റെ ജീവിതത്തെ ദൈവം നയിച്ചുവെങ്കിൽ ഒരിക്കൽ തന്നെ കൊല്ലുവാൻ റോമൻ പട്ടാളക്കാരെ പിടിച്ച് തന്നെ യേശുവിനെ പോലെ കുരിശിൽ തറയ്ക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ പത്രോസ് പറയാണ്, എന്റെ അടിമ യജമാനൻ മരിച്ചതുപോലെ ഞാൻ മരിപ്പാൻ അയോഗ്യൻ.
ഒഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തലക്കീഴായി ക്രൂശിക്കണം. കർത്താവായ യേശുവിനെ ഇതേപോലെ ക്രൂശിച്ചുവെങ്കിൽ ഇതിന് വിരുദ്ധമായി തലകീഴായി പത്രോസിനെ ക്രൂശിച്ചു. ആ ക്രൂശിൽ കിടന്നുകൊണ്ടും പത്രോസ് കർത്താവിനെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അധികമൊന്നും വേണ്ട, ഒത്തിരി ഒന്നും വേണ്ട, അല്പം മതി, ഒന്ന് മതി. അത് നല്ലതായിരിക്കണം. ആ നല്ലത് മറിയ തെരഞ്ഞെടുത്തുവെങ്കിൽ അവളുടെ ജീവിതം അനുഗ്രഹപൂർണമായി. എങ്കിൽ പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത രാത്രി എല്ലാമുള്ള സമ്പൂർണ്ണ വിജയ അനുഗ്രഹ നേട്ടത്തിന്റെ രാത്രിയായി മാറിയതുപോലെ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തില് എല്ലാ ശൂന്യതകളും മാറി നിറവിന്മേൽ നിറവ് ഇന്ന് പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുമാറാകട്ടെ. ഒരു വാക്കു മതി.